ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വേൾഡ് ബാങ്കിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും ജിനി ഇൻഡെക്സ് എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജിനി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഇൻകം ഇനിക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചികയാണ്. ജിനി ഇൻഡെക്സിൽ നേരത്തെ നമ്മുടെ ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു 34-35 ഒക്കെ ആയിരുന്നു ഇന്ത്യയുടെ ആ ഒരു ഇൻഡെക്സ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ വേൾഡ് ബാങ്കിന്റെ ഡേറ്റ അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യ ലോകത്ത് 4ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും ഇക്വാളിറ്റി ഉള്ള സൊസൈറ്റികളിൽ 4ാമത്തെ സ്ഥാനത്ത് ഇന്ത്യ. ഇൻകം ഇക്വാളിറ്റി എന്ന് വെച്ചാൽ വരുമാന സമത്വമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്ത്. നമ്മൾ പിന്നിലാക്കിയിരിക്കുന്നത് സമ്പന്നമായ യൂറോപ്യൻ രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയും ചൈനയെയും ഒക്കെ പുറകിലാക്കിക്കൊണ്ട് ജിനി സൂചികയില് നമ്മള് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇത് എത്രമാത്രം വലിയൊരു നേട്ടമാണെന്നറിയാമോ? അതായത് നമ്മുടെ ഇവിടെ പല പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും പറയും ഇന്ത്യയുടെ GDP ഗ്രോത്തും പെർ ക്യാപിറ്റയും ഒക്കെ അതൊന്നും ഒരു അടിസ്ഥാനമില്ല, പൈസ മൊത്തം അംബാനിയുടെ അദാനിയുടെ കയ്യിലാണ്, പാവപ്പെട്ടവരുടെ പൈസയൊന്നും അല്ല എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് കേട്ട് കാണും. ഇവരൊക്കെ പറയുന്നത് പച്ച കള്ളമാണെന്ന് വേൾഡ് ബാങ്ക് കൃത്യമായ റിസർച്ചും സ്റ്റഡിയും ഒക്കെ നടത്തിയതിനു ശേഷം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ GDP ഗ്രോത്തും പെർ ക്യാപിറ്റയ്ക്കും ആനുപാതികമായി തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിന്റെ കാര്യത്തിൽ നമ്മൾ തുല്യത കൈവരിക്കുന്നു എന്നുള്ളതാണ്. അതും വികസിത രാഷ്ട്രങ്ങളെക്കാൾ മികച്ച രീതിയിൽ. വിക്കിപീഡിയയിൽ പോയിട്ട് ഇന്ത്യ എന്ന നമ്മുടെ പേജ് എടുക്കുക. അവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയും GDP പെർ ക്യാപിറ്റ, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അവിടെ ജിനി ഇൻഡെക്സും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, അവിടെ 25.5 എന്ന് വെച്ചാൽ ലോ ഇൻഇക്വാളിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യ എന്ന രാജ്യത്ത് ഇൻഇക്വാളിറ്റി കുറവാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇക്വാളിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇൻകത്തിന്റെ കാര്യത്തില്, വരുമാനത്തിന്റെ കാര്യത്തില് തുല്യത അല്ലെങ്കിൽ സമത്വം വികസിത രാഷ്ട്രങ്ങളെക്കാൾ കൂടുതലാണ്. ഇതോടെ ഒരു കാര്യം വ്യക്തമായി, പൈസ മുഴുവൻ അംബാനിയുടെ അദാനിയുടെയും കയ്യിലാണ്. ഇന്ത്യക്കാർ ഇപ്പോഴും പട്ടിണിയിലാണ്. GDP പെർ ക്യാപിറ്റയും ടോട്ടൽ GDPയും ഒക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ വാദങ്ങളെല്ലാം ഇതോടെ തെറ്റിപ്പോകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മുമ്പിലുള്ളത് ലോകത്ത് സ്ലോവാക്ക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, ബെലാറസ് എന്നീ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇൻകം ഇക്വാളിറ്റി സ്കോറിൽ ഇന്ത്യയുടെ മുമ്പിലുള്ളത്. അതായത് ഇന്ത്യ 4ാമത്തെ പൊസിഷനിലെത്തി. ലോകത്ത് അതിവേഗത്തിൽ വളർന്ന ഒരു രാജ്യമാണല്ലോ ചൈന. അതും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണല്ലോ ചൈന. ചൈനയില് ഈ നമ്മുടെ ജിനി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ 35.7 ആണ് വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് കണക്ക്. അതുപോലെ അമേരിക്ക 41, ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രമൊക്കെയാണ് അമേരിക്ക. പക്ഷെ അവരുടെ ഈ ജിനി ഇൻഡെക്സ് 41.8. എത്ര കൂടുതലാണ്! ഈ പാവപ്പെട്ടവരും സമ്പന്നരും തമ്മിലുള്ള അകലമാണ് ഈ ജിനി ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. അതിപ്പോ ഒരു ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ ജിനി ഇൻഡെക്സ് 0 ആണെന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്ത് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ല. അവിടെ എല്ലാവരും തുല്യമായി സമ്പാദിക്കുന്നവരാണ്. ഇൻകം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഇക്വാളിറ്റി ഉള്ള രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അത് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഒരു രാജ്യത്തിന് 100 ആണ് ആ രാജ്യത്തിന്റെ ജിനി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ എല്ലാ സമ്പത്തും ഒരു വ്യക്തിയുടെ കയ്യിൽ. അങ്ങനെ ചിലപ്പോൾ ചരിത്രത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, രാജാവ് മുഴുവൻ സമ്പത്തിന്റെ അധിപനായിരുന്ന ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഇന്ത്യയുടെ 25.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭേദപ്പെട്ട ഒരു റാങ്കിൽ നമ്മൾ എത്തിയെന്ന് മാത്രമല്ല, US, ചൈന, യൂറോപ്പിനെയൊക്കെ പിന്നിലാക്കി 4th റാങ്കിൽ നമ്മൾ എത്തി. ഇതിന്റെ അർത്ഥം ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യുന്നു, പെർ ക്യാപിറ്റ ഗ്രോ ചെയ്യുന്നു. ഇവിടെ ഇൻകം ഇക്വാളിറ്റി വരുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. പണം മുഴുവൻ ഏതാനും ചില ശതമാനം സമ്പന്നരുടെ കയ്യിൽ മാത്രമാണെന്ന് പറയുന്ന വാദം ഇതോടെ ഇല്ലാതാവുകയാണ്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഈ 2011-12 കാലയളവിൽ ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം, എക്സ്ട്രീം പോവർട്ടി കാറ്റഗറിയിൽപ്പെട്ടത് 16.2% പേരായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 2.3% കുറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 17 കോടി 10 ലക്ഷത്തിലധികം ആൾക്കാർ എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് പുറത്തു കടന്നിരിക്കുന്നു, ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ. 2011-12 16.2 ആയിരുന്നത് ഇപ്പോ 2.3% ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ദരിദ്ര രാഷ്ട്രം എന്ന നിലയിൽ നിന്ന്
ഒരു വികസിത രാഷ്ട്രമെന്ന നിലയിലേക്ക് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രരുടെ എണ്ണം ഇന്ത്യയിൽ വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇന്ത്യ വികസിക്കുന്നു എന്നുകൂടിയാണ്. ഇതോടുകൂടി 2-3 കാര്യങ്ങൾ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഈ ഇക്വാളിറ്റി ഇല്ല എന്നുള്ളത് അതെല്ലാം പച്ചക്കള്ളമാണ്. അതായത് ഇവർ പറയുന്നത് ഒൺലി റിച്ച് ഗെറ്റിംഗ് റിച്ചർ എന്നാണ്. അത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഇക്വാളിറ്റി ഇന്ത്യയിൽ ഡിക്ലൈൻ ചെയ്യുവാണ്. പുവർ ആർ സ്റ്റിൽ പുവർ, അതും ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 171 മില്യൺ ആൾക്കാരാണ് പോവർട്ടിയിൽ നിന്ന് അവരെ ലിഫ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ. ഇന്ത്യൻ ജി ഡി പി ഗ്രോത്തും കള്ളമാണെന്ന് പറയുന്നവരുണ്ട്. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ GDP ഗ്രോത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തുന്നു എന്നാണ് ജിനി ഇൻഡെക്സും സൂചിപ്പിക്കുന്നത്. നോ ജോബ്സ്, നോ ബെനിഫിറ്റ്സ് ടു പബ്ലിക് എന്ന തരത്തിലുള്ള വ്യാജമായ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അതും തെറ്റാണ്. 94 കോടി ആൾക്കാരാണ് പല വെൽഫെയർ സ്കീംസിന്റെ അണ്ടറിൽ കവർ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വെൽഫെയർ സ്കീംസും പ്ലാനിങ്ങോട് കൂടിയിട്ട് അവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ, ഇതെല്ലാം ഇന്ത്യ ഈ തരത്തിൽ വളരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായും പല സ്റ്റേറ്റുകൾക്കും ഈ ഒരു പെർഫോമൻസിൽ വലിയ പങ്കുമുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ വളരെ മികച്ച ഒരു എക്കണോമി ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. US നമുക്കറിയാം, US പെർ ക്യാപിറ്റ ഒക്കെ $85,000 ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ ആ രാജ്യത്തിന്റെ എക്കണോമി നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടെ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് പ്രകടമാണ്. അപ്പൊ ഇന്ത്യ പെർ ക്യാപിറ്റ $3,000 അടുത്തുള്ള ഒരു രാജ്യമാണ്, സമ്മതിക്കാം. പക്ഷെ അപ്പോഴും ഇവിടെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നതിൽ തുല്യതയുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഏറെക്കുറെ തുല്യമായിട്ടൊക്കെയാണ് ഇന്ത്യയിൽ സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു പോസിറ്റീവ് സൈൻ ആണ്. ഈവൻ ചൈനയ്ക്ക് പോലും ഇങ്ങനെ ഒരു നേട്ടം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.